നിങ്ങൾ ഹിമാലയൻ ബൈക്ക് റോട്ടിൽ കൂടെ ഒക്കെ പറന്നുകൊണ്ടുണ്ടാവും. എന്തിന് ലഡാക്കിൽ വരെ പറന്നു പറക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് കടലിൻ്റെ മേലെ കൂടെ ഹിമാലയൻ ബൈക്ക് പറന്നു കൊണ്ടിട്ടുണ്ടാവും. ഇതാണ് ലക്ഷദ്വീപിലെ കാഴ്ച. ലക്ഷദ്വീപിൽ വരുന്ന ഈ പോലത്തെ ബൈക്കൊക്കെ ട്രാൻസ്പോർട്ട് കപ്പലിൽ കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെയാണ് കൊണ്ടുപോവുക. അവിടുന്ന് ഒരു കപ്പലിൽ നിന്നുള്ള ലിഫ്റ്റ് മുഖാന്തരം അത് കെട്ടിപ്പൊക്കിയിട്ട് വേണം ഇറക്കാനായി. ലക്ഷദ്വീപിൽ സാധാരണ ലഗേജ് കൊണ്ടുപോകാനായിട്ട് മഞ്ജു എന്ന് പറഞ്ഞുള്ള ചരക്ക് കപ്പലുണ്ട്. എന്നാൽ ചിലതൊക്കെ മഞ്ജു ഓടുന്നില്ലെങ്കിൽ ഇതുപോലെ കപ്പലിൽ കൊണ്ടുപോകേണ്ടി വരും. ആ കാഴ്ചകളാണ് വീഡിയോയിലുള്ളത്. ഹിമാലയം മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്പ്ലെൻഡറും പാഷൻ പ്ലസും എല്ലാ ഐറ്റവും സാധനവും ബൈക്കൊക്കെ ഇതുപോലെയാണ് കൊണ്ടുപോകുന്നത്. ബൈക്ക് മാത്രമല്ല സകലമാന ലഗേജുകളും ഇതുപോലെ കെട്ടിപ്പെറുക്കിയിട്ടാണ് കപ്പലിൽ ഏറ്റിട്ട് വേണം. ഇതൊക്കെ ലക്ഷദ്വീപിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. എന്തിന് എല്ലാ പച്ചക്കറികൾ പോലും ലക്ഷദ്വീപിൽ എത്തണമെങ്കിൽ ഇതുപോലെ കരയിൽ നിന്ന് കൊടുന്നിട്ട് വേണം. ഇതൊക്കെയാണ് ലക്ഷദ്വീപുകാരുടെ ദുരിതങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ല, ഹിമാലയൻ ബൈക്ക് അങ്ങനെ ആകാശത്ത് കൂടെ പറന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലഗേജും ബൈക്കെല്ലാം ഫുള്ള് കയറ്റിയിട്ട് ഇനി കപ്പലെടുക്കുള്ളൂ. എന്തായാലും യാത്രക്കാർക്ക് നല്ല ഹരമുള്ള പരിപാടിയുണ്ട്. ഇതൊരു പീക്ക് മെയിൽ കണ്ടന്റ്. അതിങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കടലിൽ ഇങ്ങനെ നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. ഇത് കുറേ പേര് വീഡിയോ എടുക്കണം എന്നെ പോലെ. അപ്പോൾ എന്തായാലും ഇത് രസകരമായുള്ളൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. കപ്പലിൽ പ്രത്യേകിച്ച് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറേ സംഭവങ്ങളെ കണ്ട് നേരം പോയി കപ്പലെടുക്കുകയുള്ളൂ. എന്തായാലും ലക്ഷദ്വീപിലെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതോടെ ലക്ഷദ്വീപിൽ നമ്മുടെ സീരീസൊക്കെ അവസാനിച്ചു. നിങ്ങൾക്ക് ലക്ഷദ്വീപിലെ മുൻപത്തെ യാത്രകളൊക്കെ ആണെങ്കിൽ പേജിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമാവും വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.